പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നൊരു ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കൃപാസനം ഗോസ്പൽ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി ഏവരെ അനുഗ്രഹിക്കട്ടെ. ദീർഘവർഷങ്ങളായും പ്രത്യേകിച്ച് സമീപ സന്ദർഭങ്ങൾ പലപ്പോഴും വിവാദമായി കൊണ്ടിരിക്കുന്ന അഥവാ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ ചില സന്ദർഭങ്ങളിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു വിഷയമാണ് ആഭരണം ധരിക്കണോ വേണ്ടയോ. അതിനെക്കുറിച്ചുള്ള പുതിയ നിയമത്തിൽ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? യേശു അങ്ങനെ ധരിക്കേണ്ടെന്ന് പറഞ്ഞോ? അതിന് ഉപദേശ വിഷയമാണോ എന്നൊക്കെ പല വിധത്തിലുള്ള ചർച്ചകളും ഉപദേശങ്ങളും അല്ലാതെയും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീണ്ടും മാറി മാറി അങ്ങനെ വയ്ക്കുകയായിരുന്നു. പിന്നെയും ഈ സന്ദർഭം ഉചിതമായി ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ ചില അലകളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചന ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനമാണ് ഇവിടെ വായിക്കുന്നത്. 1 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചു ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് എഴുതുന്ന ഒരു ലേഖന ഭാഗമാണ് വായിച്ചത്. ഈ ലേഖനത്തിൻ്റെ ആരംഭ ഭാഗം 1:1 പറയുന്ന ഭാഗം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവിടെ പറയുന്ന ഭാഗം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് എഴുതുന്നത്. ഈ ലേഖനം എഴുതാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് എഴുതാനൊരു കാരണമുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. 2 നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ ലേഖനം അദ്ദേഹം എഴുതുന്നത്. മാത്രമല്ല ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് അദ്ദേഹം പറയുന്നു. അവിടെ സ്പഷ്ടമായി കൊടുക്കുന്നു. പൗലോസ് ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിനാണ് ഇത് എഴുതുന്നത്. വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് വേണ്ടി. അഥവാ ഈ ലേഖനം എഴുതുന്നത് തന്നെ
ഇതിൻ്റെ പിന്നിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയുണ്ട് പൗലോസ് പറയുന്നത്. 2, യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയുണ്ട്. 3, നമുക്കറിയാം ഹല്ലേലൂയ, പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിലാണ് അദ്ദേഹം ഇത് പ്രാപിച്ചെഴുതുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ മേൽ പരിശുദ്ധാത്മാവുമുണ്ട്. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആണ് പൗലോസ് ഈ ലേഖനം തീമോഥെയോസിന് എഴുതുന്നത്. എഴുതുമ്പോൾ ആർക്കെങ്കിലും എഴുതുക എന്നല്ല പറഞ്ഞത്, വിശ്വാസത്തിൽ നിജപുത്രനായ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ജനിച്ചവർക്ക് നേരെ വണ്ണം നിയമാനുസരണമായും ജനിച്ച ദൈവവചന പ്രകാരം വിശ്വാസത്തിൽ ജനിച്ചവർക്ക് നിജപുത്രനായി തീമോഥെയോസിന്, അഥവാ ഹല്ലേലൂയ, തീമോഥെയോസിൻ്റെ സ്ഥാനത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ നിജപുത്രന്മാരായി ഇരിക്കുന്നവർക്കാണ് ഈ ലേഖനം എഴുതിയത്. ആരുടെ കൽപ്പന പ്രകാരം? പിതാവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ ലേഖനം എഴുതിയത്. ഓരോ വാക്കുകളും എഴുതി വരുമ്പോൾ അതിന് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് ആ ദൈവത്തിൻ്റെ കൽപ്പന അറിയിക്കുന്നത്. വീണ്ടും ഹല്ലേലൂയ, അവണ്ണ സ്ത്രീകൾ യോഗ്യമാവണ്ണം വസ്ത്രം ധരിക്കണം. ഇതാരുടെ കൽപ്പന? പിതാവായ ദൈവത്തിൻ്റെ. അതിന് പറയുന്ന നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ, വേറെ ആരുടെ അല്ല, നമ്മളെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാണ് അവണ്ണ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന്. പിന്നെ നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെ കൽപ്പനയാണ്. നമ്മുടെ ക്രിസ്തുയേശു, നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്. ആ ക്രിസ്തുയേശുവിൻ്റെ കൽപ്പനയാണ് സ്ത്രീകൾ യോഗ്യമാവണ്ണം വസ്ത്രം ധരിച്ചു. മാത്രമല്ല പരിശുദ്ധാത്മാവിൽ അദ്ദേഹം പ്രാപിച്ചെഴുതുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ വ്യക്തമായിട്ട് പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന പ്രകാരം എഴുതപ്പെടുന്ന ഒരു ഭാഗമാണ് അവണ്ണ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണമെന്ന്. എങ്ങനെ അലങ്കരിക്കണം? സ്ത്രീകൾ തങ്ങളെ അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ്? 1, ഹല്ലേലൂയ, യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന്. 2, ലജ്ജാശീലത്തോടും. 3, ഹല്ലേലൂയ, സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. അഥവാ വിശ്വാസത്തിൽ നിജപുത്രന്മാരായി ജനിച്ചവർ എങ്ങനെയും ജീവിക്കണമെന്നല്ല, അതിന് ഒരു യോഗ്യത വേണം. വസ്ത്രധാരണയിൽ ലജ്ജാശീലം, സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. എന്നിട്ട് 10-ാമത്തെ വചനത്തിലാണ് കൊടുത്തിരിക്കുന്നത്, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. പിന്നിയ തലമുടി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, മുത്തുകൊണ്ടല്ല, വിലയേറിയ വസ്ത്രം കൊണ്ടല്ല എന്ന് ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട്, യേശുവിൻ്റെ കൽപ്പനയായിട്ട് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ ഈ കർത്താവിനേക്കാളും വലുതിവിടെ ആരുമില്ല, ഈ ദൈവത്തെക്കാളും വലുതിവിടെ ആരുമില്ല. ദൈവം ഹല്ലേലൂയ എന്നിവ കൊണ്ടല്ല എന്ന് എഴുതുമ്പോൾ പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല എന്ന് പറയുമ്പോൾ, അലങ്കരിക്കേണ്ടത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ, അത് അങ്ങനെയാണെന്ന് പറയുക ഈ ലോകത്തിൽ ആർക്കാ കഴിയുന്നത്? ഏത് പാസ്റ്ററിന് കഴിയും? ഏത് പ്രസ്ഥാനത്തിന് കഴിയും? ഏത് വ്യക്തിജീവിതങ്ങൾക്ക് കഴിയും? എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ദൈവാത്മാവിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും കൽപ്പന പ്രകാരം എഴുതി വരുമ്പോൾ എഴുതിയ ദൈവത്താൽ എഴുതപ്പെട്ട കൽപ്പനയാണ് പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. അടുത്ത് പറയാം, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടത്. എന്തുകൊണ്ട് അലങ്കരിക്കണം, എന്തുകൊണ്ട് അലങ്കരിക്കേണ്ട എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെ കൽപ്പന പ്രകാരം കൂടെ എഴുതി വയ്ക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വചനത്തിന് അതിന് മാറ്റം വരുത്തില്ല. പ്രസംഗത്തിലും
ഉപദേശത്തിലും പല വിധത്തിലും എനിക്കും നിങ്ങൾക്കും മാറ്റം വരുത്താം. പക്ഷേ ദൈവസന്നിധിയിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിന് അതിന് മാറ്റം വരില്ല. ആയതിനാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത് ആരാ? ഹല്ലേലൂയ വിശ്വാസത്തിൽ നിജപുത്രരായി ജനിച്ചവർ, പുത്രിമാരായി പുത്രന്മാരായി ജനിച്ചവർ, അവർക്കിത് ബാധകമാണ്. ബാക്കിയുള്ളവർക്ക് ബാധകമെന്ന് പറയില്ല. കാരണം പൗലോസ് എഴുതിയത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് എഴുതിയിരിക്കുന്നത്, പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിനക്ക് കൃപയും കനിവും സമാധാനം ഉണ്ടാകട്ടെ. ഇവർക്ക് നിജപുത്രരായി ജനിച്ചവർക്ക് കൃപയും അടുത്ത് പറയുക കനിവും സമാധാനം ഉണ്ടാകട്ടെ എന്ന. അപ്പോൾ ഉള്ള സമാധാനം കൂടി കെടുത്തിക്കളയുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമല്ല. സ്പഷ്ടമായിട്ട് ഹല്ലേലൂയ ആ പുരുഷത്വത്തിലൂടെ ദൈവത്തിൻ്റെ കൽപ്പന വെളിപ്പെട്ടിരിക്കുമ്പോൾ കൽപ്പന ലംഘിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആയതിനാൽ ഈ ദിവസങ്ങൾ പതറിപ്പോകാതെ, രണ്ടിനാൽ ഞരങ്ങിപ്പോകാതെ ദൈവവചനങ്ങളെ മനസ്സിലാക്കി ദൈവഭക്തിയോടെ ഭയത്തോടെ ഈ അന്ത്യകാലഘട്ടത്തിൽ ആയിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ വചനഭാഗത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് വീണ്ടും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.